അപ്പോൾ ഗൈസ്, കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരേക്കുള്ള ഫ്ലൈറ്റ് യാത്ര ഞാൻ എക്സ്പീരിയൻസ് നിങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പം ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ തിരിച്ച് കോഴിക്കോടേക്ക് വരികയാണ്. അപ്പം ഞാൻ ബാംഗ്ലൂർ ടെർമിനൽ 1 ഇറങ്ങിയിരുന്നത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഫ്ലൈറ്റ് വന്നിട്ട് ടെർമിനൽ 2 ടെർമിനൽ 2 കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി എയർപോർട്ടാണ് ഗൈസ്, സൂപ്പറാണ്, കാണാൻ ഭയങ്കര ഭംഗിയുള്ള എയർപോർട്ടാണ്. എനിക്ക് വളരെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ കാഴ്ചകളൊക്കെ കണ്ട് എൻ്റെ യാത്ര തുടരാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബോർഡിങ് സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം കുറച്ച് കാഴ്ചകളെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് എടുത്തത്. എനിക്ക് വളരെ കൂടുതൽ ഇഷ്ടപ്പെട്ടു ഗൈസ്. ഡൊമസ്റ്റിക് ഡിപ്പാച്ചറിലേക്ക് ഉള്ള വഴിയാണിത്. ഞാൻ അങ്ങോട്ട് നടന്നു താഴോട്ടേക്ക് നമ്മൾ ഇവിടുന്ന് കുറച്ച് നടന്ന് നമ്മൾ താഴോട്ടേക്കുള്ള സ്പേസിലേക്കാണ് പോകേണ്ടത്. അപ്പം താഴോട്ടേക്കുള്ള സ്പേസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേലിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സ്പേസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താഴോട്ടേക്ക് പോവുകയാണ് ഗൈസ്. ഞാൻ നമ്മുടെ ബോർഡിങ് സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം ഫ്ലൈറ്റ് 12 മണിക്കത്തെ ഫ്ലൈറ്റായിരുന്നു. സോ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ഗൈസ്, വളരെ നീറ്റും അടിപൊളിയും സൂപ്പറും ആയിട്ടുള്ളൊരു എയർപോർട്ടാണ് ഞാൻ കണ്ടത്. അപ്പം ഗൈസ്, കാത്തിരിക്കുകയാണ് ഞാൻ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. അടിപൊളിയാണ് ഗൈസ്, എനിക്ക് വളരെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഇനി ഫ്ലൈറ്റ് ഏതാണ്ട് വന്നു. നമുക്ക് ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള സമയമായി. നടക്കുകയാണ് ഗൈസ് ഉള്ളിലേക്ക്, അങ്ങോട്ടേക്ക്, അതായത് ഫ്ലൈറ്റ് വന്ന് നിൽക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് കുറച്ചങ്ങോട്ട് യാത്ര ചെയ്യാണ്ട്. അപ്പം നമ്മൾ നടന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഫ്ലൈറ്റാണ് ഞാൻ എടുത്തത് ഗൈസ്. അടിപൊളിയായിരുന്നു, വലിയ ഫ്ലൈറ്റായിരുന്നു. ഇനി നമുക്ക് ഉള്ളിലേക്ക് കടക്കാം ഗൈസ്. ഇതും പറഞ്ഞ പോലെ ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തത്. ഒരു സപ്പോ സീറ്റൊക്കെ കിട്ടി ഞാൻ അവിടെ ഇരുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനായി. കുറച്ച് എയർ ട്രാഫിക് ഉണ്ടായിരുന്നു. കണ്ടത് എയർ ട്രാഫിക്കിൻ്റെ ആ വീഡിയോ. എയർ ട്രാഫിക് ഉണ്ടായിരുന്നു. കുറച്ച് താമസിച്ചു അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി കുറച്ച് താമസിച്ചെങ്കിലും ഒരു 10-20 മിനിറ്റിന് ശേഷം നമ്മൾ ടേക്ക് ഓഫ് ചെയ്യായിരുന്നു. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ പകർത്തി ഞാൻ. അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടു ഗൈസ്. എനിക്ക് വളരെയേറെ ഇഷ്ടമായി. അപ്പം ബാംഗ്ലൂരേക്ക് ഫ്ലൈറ്റ് യാത്ര ചെയ്യണം എന്ന് താല്പര്യമുള്ള ആൾക്കാർ എന്തായാലും ചെയ്തോളി. നല്ല രസകരമായ ഒരു യാത്ര നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ കോഴിക്കോടെത്തി. ബൈ, സീ യു.